എടത്തിരുത്തി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാലവർഷക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങുന്നതിനെതിരെ സ്കൂൾ PTA കമ്മിറ്റി രംഗത്ത്. ഇത് സംബന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം PTAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസം അനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തെരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് യോഗം വിലയിരുത്തി. 115ലധികം പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്കൂൾ തുറന്ന് ഒരു മാസം തികയും മുൻപേ അധ്യയനം മുടങ്ങിയത് മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി. ഇവിടെ നൂറുകണക്കിന് വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും നിലനിൽക്കുമ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ നമ്മുടെ വിദ്യാലയത്തിൽ മാത്രം ഈ ദുരിതം അനുഭവിക്കുന്നവർ കൊണ്ടുവന്ന് നമ്മുടെ അധ്യയനങ്ങൾ മുടങ്ങുന്നത്, നമ്മുടെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ മുടങ്ങുന്നത്. ഈ വിഷയം ഇവിടുത്തെ ജനങ്ങളെ ധരിപ്പിക്കണം. നമ്മൾ കരീംക പറഞ്ഞ തെറ്റൊന്നുമില്ല. നമ്മളിപ്പോ 50 ആള് പഞ്ചായത്ത് പണിപ്പോ അത് വേണ്ട. നമുക്ക് പഞ്ചായത്തിനെതിരെ ഒരു സമരം വേണ്ട. നമുക്ക് ഈ വിഷയം പൊതുജനങ്ങളെ മധ്യത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമായിട്ട് ആദ്യം എവിടെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിട്ട് അവർക്ക് എതിരായി നമുക്ക് ആർക്കും എതിരില്ല. നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കണം. ഇന്ന കാരണം കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ ഇതിന്റെ പ്രചരണം നടത്തണം. ശരിക്കും എങ്ങനെ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മള് ഇത് ഒഫീഷ്യലായിട്ട് നോട്ടീസ് അയച്ചാൽ ഈ പറഞ്ഞ പോലെ പേജൊക്കെ പോകും, അവർക്ക് തോന്നുമ്പോൾ അവരെടുക്കും. അതൊന്നും ഇതുകൊണ്ടായില്ല. നമ്മള് ജനങ്ങൾ എന്തുകൊണ്ടാണ് ചാമക്കാലത്തെ പ്രദേശത്ത് ജനങ്ങൾ എന്താണ് പറയുന്നത് പൊതുസമൂഹം അറിയണം. അതിനോട് വെറുതെ പറ്റില്ല. അതിന്റെ തീരുമാനത്തിൽ സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബന്ധപ്പെട്ട മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവർക്ക് ഇതു സംബന്ധിച്ച് നിവേദനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. PTA പ്രസിഡന്റ് CB അബ്ദുസമദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി D പരമേശ്വരൻ, പ്രധാനാധ്യാപകൻ M രാജേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, വികസന സമിതി കൺവീനർ പ്രഫുല്ല ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, MPTA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക and Tripura. You're watching True Line News.